ആരും എടുക്കാത്ത ഒരു കഥ. അതൊരു സസ്പെൻസ് അല്ലേ? ഇഷ്ടപ്പെട്ടു. അപ്പൊ ഈ സർവ്വമായൊക്കെ ആയിട്ട് എന്തെങ്കിലും കണക്റ്റും അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ടോ? അങ്ങനെ പറയാൻ പറ്റില്ല. കാരണം ഒരു സിമിലാരിറ്റി നമുക്ക് തോന്നിയേക്കാം. പക്ഷേ തീം എൻ്റെ ഡിഫറെന്റ് ആണ്. ഇപ്പം സർവ്വമായയിൽ ഇറങ്ങിയത് കൊണ്ട് പ്രേതപ്പട ഇറങ്ങിയാൽ സർവ്വമായിട്ടൊരു കമ്പാരിസൺ വരാൻ ചാൻസ് ഉണ്ട്. പക്ഷേ ഭയങ്കര ഹാപ്പിയാണ്, എല്ലാവർക്കും കണ്ടിട്ട് ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. Because the thing is, we ignore our family, but they're always there for us. ഞാനും കൂടെ ഉള്ള സിനിമയല്ലേ, ബാക്കി ആൾക്കാർ പറയണ്ടേ. എനിക്കിഷ്ടമായി, ബാക്കി ആൾക്കാർ പറയണ്ടേ. ആൾക്കാരുണ്ടെങ്കിലും ഇല്ലെങ്കിലും നമ്മൾ അനുഭവപ്പെടുന്ന ഒരു ലോൺലിനെസ്സിനെ വേറൊരു രീതിയിൽ ട്രീറ്റ് ചെയ്തേക്കും. ഇറ്റ്സ് വെരി വെരി വെൽ ഡൺ. നന്നായിരിക്കും പടം. പോയിട്ട് തുടക്കം മുതൽ അവസാനം വരെ സസ്പെൻസ് ഉണ്ട്. സുഖമാണോ? സുഖമാണ്. ഭയങ്കര വിചിത്രമായിട്ടുള്ള ഒരു പേരാണ്. എങ്ങനെയുണ്ട്? കണ്ടിട്ട് എന്ത് തോന്നുന്നു? ആ പേര് പോലെ തന്നെ എന്താ പറയാ, വളരെ ഓർമ്മിക്കേണ്ട ഒരു കാര്യം. നമ്മളെ അതിനകത്ത് ട്രെയിലർ പറയുന്നത് എന്നോട് ഒരാൾ ഇതുവരെ അങ്ങനെ ചോദിച്ചിട്ടില്ല സുഖമാണോ എന്ന്. പക്ഷേ ആലോചിക്കേണ്ട കാര്യമാണ്, നമ്മുടെ അടുത്തിരിക്കുന്നവരോട് പോലും നമ്മൾ ഓക്കെ ആണോ ഹാപ്പി ആണോ എന്ന് ചോദിക്കാറില്ല. അത് ഓർമ്മിപ്പിക്കുന്ന ഒരു ചിത്രം കൂടിയാണ്. അങ്ങനെ സാത്വികത്തിന്റെ കഥാപാത്രം പോലത്തെ കഥാപാത്രം നമുക്ക് ചുറ്റും ഉണ്ട്. അതുപോലത്തെ ഓർമ്മിപ്പിക്കുന്ന കഥാപാത്രം നല്ല രസമുണ്ട്. ഭയങ്കര ഒരു എന്താ പറയുക, ഭയങ്കര മസ്റ്റ് വെച്ച് അങ്ങനെയൊന്നുമല്ല. തിയേറ്ററിൽ ഒരു എക്സ്പെക്ടേഷൻ ഇല്ല, വന്നിരുന്ന് കണ്ടാൽ ഒരു ഫീൽ ഗുഡായിട്ട് ഇറങ്ങിപ്പോകാൻ പറ്റുന്നൊരു പടമാണിത്. ഭയങ്കര മാസം അങ്ങനെ കണ്ടിരിക്കണം അങ്ങനെയൊന്നുമല്ലേ പറയുന്നത്. ഒന്നിരുന്ന് കണ്ടാൽ നമുക്ക് മനസ്സമാനത്തോടെ ഇറങ്ങിപ്പോകുന്നൊരു പറ്റും. വലിയ കോംപ്ലിക്കേഷൻ ഒന്നും ഇല്ലാതെ നമുക്കും റിലേറ്റ് ചെയ്യാൻ പറ്റുമല്ലോ എന്ന് ആലോചിച്ച് ഇറങ്ങാൻ പറ്റുന്നൊരു പടമാണ്. ഒരു പക്ക കംഫർട്ട് മൂവിയാണ്. നമുക്ക് ഒരു നല്ലൊരു കെട്ടിപ്പിടുത്തമൊക്കെ തരുന്ന പോലത്തെ ഒരു മൂവിയാണ്. അങ്ങനെയും പറയാം. ചിലപ്പോൾ ആരെങ്കിലും വിളിച്ചിട്ട് അളിയ ഓക്കെ അല്ലേ, അല്ലെങ്കിൽ അടുത്തിരിക്കുന്ന ഒരാളോട് നിങ്ങൾ ഹാപ്പിയാണോ എന്ന് ചോദിക്കാൻ പറ്റുന്നൊരു സംസാരിക്കാൻ ഒരാൾ, ഇപ്പം പറയാൻ 100 കാര്യം ഉണ്ടായാലും കേൾക്കാൻ ഒരാളില്ലെങ്കിൽ ഒരു അവസ്ഥയില്ലേ, ആ ഒരു അവസ്ഥ നമ്മുടെ സമൂഹത്തിൽ എല്ലാവർക്കും അത് റിലേറ്റ് ചെയ്യാൻ. ഈ സിനിമ കാണുമ്പോൾ നമുക്കത് ചിലപ്പോൾ ഓർമ്മിക്കാൻ പറ്റും. ഈ സിനിമയിലെ കുറെ ആളുകളുടെ ക്യാരക്ടേഴ്സ് അല്ലെങ്കിൽ ആഫ്റ്റർ ലൈഫായിട്ട് ബന്ധപ്പെട്ട് കുറെ സംഭവങ്ങളുണ്ട്. അതെ അതെ. അപ്പൊ ഈ സർവ്വമായൊക്കെ ആയിട്ട് എന്തെങ്കിലും കണക്റ്റും അങ്ങനത്തെ എന്തെങ്കിലും സാധനങ്ങളൊക്കെ ഉണ്ടോ? അപ്പൊ അങ്ങനെ പറയാൻ പറ്റില്ല. കാരണം ഒരു സിമിലാരിറ്റി നമുക്ക് ചിലപ്പോൾ തോന്നിയേക്കാം. പക്ഷേ തീം എൻ്റെ ഡിഫറെന്റ് ആണ്. ഇപ്പം സർവ്വമായയിൽ ഇറങ്ങിയത് കൊണ്ട് പ്രേതപ്പട ഇറങ്ങിയാൽ സർവ്വമായിട്ടൊരു കമ്പാരിസൺ വരാൻ ചാൻസ് ഉണ്ട്. പക്ഷേ ഇത് അങ്ങനെ ഒരു തീമല്ല. പക്ഷേ ആഫ്റ്റർ ലൈഫ് കാണിക്കുന്നുണ്ട് കുറച്ച് പേരുടെ. പക്ഷേ എൻ്റെ ഡിഫറെന്റ് രീതിയിലാണ് കാണിക്കുന്നത്. ഈ ആളുകൾ ഈ നമ്മുടെ ഓടുകുതിര ചാടുകുതിരയൊക്കെ പോലെ ഈ ഡിപ്രഷനെ വേറെ രീതിയിൽ കാണിക്കുന്ന അങ്ങനത്തെ ഒരു സംഭവമാണ്. ഡിപ്രഷൻ എല്ലാവരും ഓരോ വിധത്തിൽ ഡിപ്രസ്ഡ് ആണല്ലോ. അത് മാത്യൂസിന്റെ അല്ലെങ്കിൽ തിയോയുടെ ലൈഫിൽ എങ്ങനെയാണ് പുള്ളിക്കാരൻ ഫേസ് ചെയ്യുന്നത്, പുള്ളിക്കാരൻ അതെങ്ങനെയാണ് ഓവർകം ചെയ്യുന്നത്, അത് എത്രത്തോളം നമുക്ക് ആളുകൾക്ക് കണക്റ്റഡ് ആവും എന്നുള്ളതാണ് സ്റ്റോറി. അതിപ്പോൾ ആ തിയേറ്റർ തന്നെ എക്സ്പീരിയൻസ് ചെയ്യുമ്പോഴാരും ഇത് കിട്ടത്തുള്ളൂ. നെല്ലിക്കാൻ പോയില്ല നൈറ്റ് റൈഡേഴ്സ് ഒക്കെ കഴിഞ്ഞിട്ട് മാത്യൂസിന്റെ പെർഫോമൻസ് വേണ്ടി എല്ലാവരും പ്രതീക്ഷിച്ചിരിക്കുവായിരുന്നു. അപ്പൊ അങ്ങനെ വരുന്ന ആളുകൾക്ക് ഇത് എക്സ്പെക്ടേഷൻ മീറ്റ് ചെയ്യും. മാത്യൂസിന്റെ ഒരു എന്നോട് ചോദിച്ചാൽ അങ്ങനെ ഒരു എക്സ്പെക്ടേഷൻ വെക്കാതെ വരിക എന്നാണ്. കാരണം വെച്ചാൽ അങ്ങനെ ഒരു എക്സ്പെക്ടേഷൻ വെച്ച് കഴിഞ്ഞാൽ അത് മീറ്റ് ചെയ്തില്ലേ സങ്കടമായി പോകും. എക്സ്പെക്ടേഷൻ മുകളിൽ നിന്ന് കഴിഞ്ഞാൽ എക്സ്പെക്ട് ചെയ്താൽ മുകളിലുള്ള ഇതിന് വെറുതെ ബ്ലാങ്ക് ആയിട്ടൊരു സിനിമ കാണാൻ വരിക, അത് കണ്ട് ആസ്വദിച്ച് ഇറങ്ങി പോവുക. Very good, we've been working on it for a year, and it's been a long journey. And I'm very happy. It's a family film. It's after a long time they talk about values and being together. So, and I think Kerala is one of the most culturally rich lands, you know. So, and I think it took really well. So like picking a movie from Malayalam. So, what were your expectations? What were your limitations? Did you had any? So the thing is, because I think this is the best industry in all the industries in India. Because most of the people are waiting to work with Malayalam industry. Yes, it was very clear Malayalam picture banana. So because of being a North Indian, but still I think Malayalam cinema is fantastic. For 2 reasons. One, people here do it like a job. You know, there's not nobody's doing a favor by making a film. And secondly, they're so rich on art. Everybody is, you know, the great technicians we have. You know, and we can make a film in a budget, release it, and even the smaller films get releases, like you know, a massive release. We have to cut down theaters, and people go watch it. I think it's a lovely film. It's a great message, wonderful acting, and hopefully. As you said before, Kerala is actually very rich when it comes to their actors. Yes. So even technicians. Even technicians. Yeah. Exactly. So what do you think about Matthew and Devika in this? I think they are very talented. They're both very young. They have great chemistry, you know. That's why even the love story, you saw the film, right? It works very well. So I'm very happy, and I think the whole cast, even the extra sundry cast, was very well. The supporting cast they did a great job. Was this your first Malayalam movie? So yes, sir. This is your first movie. Yes. And that too, you went for a complete rom-com drama one. Yes. So was that something from a personal experience or something? No, actually the thing is, I when I kept coming down, I heard a lot of stories, and there were different stories. There was like some thrillers because they're easier to make, and you know, action and all that in terms of. But this story really resonated with me. We worked on the script.
and the story for like 6 months before we started. We kept working on drafts and drafts. Music we worked actually on a year. So I'm really happy with the music the way it's turned out. You know, after a very long time in Kerala, like a nice heartfelt music is coming. I think last great music album was Avesham. You know, in between, if you think, then you have to go to Kumbulini Nights, Premam. That was 10 years ago. So even I think music we have done really well, and the story was unusual, and the way it comes together in the end. I think first half is funny, second half it makes you feel, and the most important, whatever I've learned is like family is very important, and we always take them for granted. Yeah. मैं अभी मेरे को मम्मी फोन करेगा ना तो ऐसे हाँ बाद में फोन करता है काम का फोन आएगा मैं कहीं yes sir. You know how it is. But those parents. Yeah, I think apart from the rom-com part from the movie, the family part kind of connects with every people. Yes. Because that's what most of the people kind of says at the review. Yes. Because the thing is we ignore our family, but they're always there for us. And at times the one last thing which was very important, the reason we kept the title Sugumano. Yeah. If I ask you how are you, you'll be like I'm fine. Right? And this is the first time we are meeting. But even if you're my friend, I'm like, hey, how are you? You say I'm fine, friend. But deep inside we won't You be. never mean it. And I never mean it. Yeah, exactly. And you also don't mean it. And it's not just because we don't like each other or something. We never spend the time to ask. So through this film, we wanted to actually when I say Sumano, like, hey, ठीक है ना? So like that. Yeah. So actually, are you good right now? Huh? Are you okay right now? Absolutely. I'm very happy, sir. Thank you. Thank you, sir. Thank you. ഞാനും കൂടെ ഉള്ള സിനിമയല്ലേ ബാക്കി ആൾക്കാർ പറയട്ടെ എനിക്കിഷ്ടമായി ബാക്കി ആൾക്കാർ സിനിമ കണ്ടിരുന്നോ? കണ്ടിരുന്നു. സുഖമാണോ കണ്ട സിനിമ. ഞാൻ വർക്ക് ചെയ്ത മൂവിയാണ്. എൻ്റെ ഫസ്റ്റ് ഫീച്ചർ ഫിലിമും കൂടെയാണ്. ഞാൻ ടെക്നിക്കൽ ക്രൂവിൽ വർക്ക് ചെയ്തതാണ്. ഞാൻ അസിസ്റ്റന്റ് സിനിമാറ്റോഗ്രാഫർ ആയിരുന്നു. ലൈക്ക് വളരെ ചെറിയ സിനിമയാണ്. ലൈക്ക് 2 മണിക്കൂറേ ഉള്ളൂ. ഒരു ദിവസം 2 മണിക്കൂർ മാറ്റി വെച്ചാൽ ഒരു നല്ലൊരു ഫീൽ ഗുഡ് ഇമോഷണൽ ഡ്രാമയൊക്കെ കാണാം. റൊമാൻസ് ഉണ്ട്, ഇമോഷണൽ ഉണ്ട്, ഫാമിലി ഉണ്ട്. അപ്പം ലൈക്ക് ഒരു വാലന്റൈൻ ഡേ ഒക്കെ കപ്പിൾസ് ഒന്ന് കാണാൻ പറ്റുന്ന സിനിമയാണ്. ഇതിന്റെ സിനിമ അങ്ങനെ ഒരു പ്രോപ്പർ റോംകോം പോലെ പറയുന്നതല്ല, കുറച്ച് റോംകോം മാത്രമല്ല, ലൈക്ക് അതിൽ ഫാമിലി ഉണ്ട്, ഇമോഷൻസ് ഉണ്ട്, എല്ലാം ഉണ്ട്. ഒരു ഫാമിലി ബിൽഡ് ചെയ്യുന്ന കാര്യങ്ങളുണ്ട്. ലൈക്ക് വളരെ ഗുഡ് ഫിലിമാണ് കാണാൻ. താങ്ക് യു. സിനിമ കാണാൻ പറ്റുന്ന പ്രേക്ഷകരോട് എന്ത് പ്രതീക്ഷിക്കാൻ വേണം? ലൈക്ക് നിങ്ങൾ ഒന്നും പ്രതീക്ഷിക്കണ്ട. ലൈക്ക് നിങ്ങൾ ഫാമിലി ആയിട്ട് വന്ന് കുറച്ച് 2 മണിക്കൂർ നന്നായി ടൈം സ്പെൻഡ് ചെയ്യാൻ വേണ്ടി വന്നാൽ മതി. അല്ല ഒരുപാട് എക്സ്പെക്ടേഷൻസ് ഒന്നും വേണ്ട. വളരെ സാധാരണ ഫാമിലി കിട്ടും. അത്ര കണ്ടോ? എങ്ങനെയുണ്ട്? ഒരു ഡിഫറെൻറ്റ് സബ്ജക്റ്റ് അല്ലേ? ഐ തിങ്ക് ദ ട്രീറ്റ്മെൻറ്റ് ഇസ് ഓൾസോ ഡിഫറെൻറ്റ്. ഐ തിങ്ക് നമ്മുടെയൊക്കെ ജീവിതത്തിൽ ആൾക്കാരുണ്ടെങ്കിലും ഇല്ലെങ്കിലും നമ്മൾ അനുഭവപ്പെടുന്ന ഒരു ലോൺലിനെസ്സിനെ വേറൊരു രീതിയിൽ ട്രീറ്റ് ചെയ്തേക്കണം. ഇറ്റ്സ് വെരി വെരി വെൽ ഡൺ. സോ മാത്യു വാസ് വെരി ഗുഡ്. ദേവിക വാസ് എക്സലൻറ്റ്. ജഗദീഷ് ചേട്ടൻ്റെ പിന്നെ പറയാനില്ലല്ലോ. He's pivotal in every scene and his acting is so fantastic. മനോജ് എന്ന് പറഞ്ഞ ക്യാരക്ടറായിട്ട് എങ്ങനെയുണ്ടായിരുന്നു പ്രേക്ഷകരുടെ സിനിമ കണ്ടിട്ട്? എങ്ങനെയുണ്ടായിരുന്നു? കൊള്ളായിരുന്നു. അടിപൊളി. ആ ഒരു സെന്റിമെന്റ് ഒക്കെ മനസ്സിലാക്കാൻ പറ്റും. രണ്ടാമത്തെ പടമാണ് പുള്ളിയുടെ. എങ്ങനെയുണ്ടായിരുന്നു? സുഹൃത്തിനെ ചെയ്തിട്ടുള്ള എന്റെ അളിയനാണ്. ഭയങ്കര സന്തോഷമുണ്ട് കണ്ടപ്പോ. സ്ക്രീനിൽ കാണുമ്പോൾ എങ്ങനെയുണ്ടായിരുന്നു? ഭയങ്കര സന്തോഷമുണ്ട്. കൊള്ളാം. അടുത്ത പടത്തിലൂടെ ഉണ്ട് നെക്സ്റ്റ് പടം വരുന്നൊരു സംഭവം. പടം നല്ല രസമായിട്ടില്ലേ? നിങ്ങൾ കണ്ടായിരുന്നോ? കണ്ടായിരുന്നോ പടം? കാണണം. പടം എല്ലാവരും കാണണം. അതുവരെ പറയാനുള്ള പ്രേക്ഷകരോട് സിനിമ കണ്ടതിന് ശേഷം എങ്ങനെയുണ്ടായിരുന്നു? എനിക്ക് സത്യം പറഞ്ഞാൽ വാക്കുകൾ വരുന്നില്ല. ആദ്യത്തെ സിനിമയാണ്. റിസൾട്ട് നല്ലതായിരിക്കും പ്രതീക്ഷിക്കുന്നു. ഓക്കെ, നമുക്ക് നോക്കാം. കണ്ടിരുന്നു സിനിമ? ഞാൻ അവരെ കൂടെ ഇരുന്ന പ്രതീക്ഷ പോലെ തന്നെ സിനിമ അത്രത്തോളം തീർച്ചയായും സിനിമയിൽ എല്ലാവർക്കും കണക്ട് ആയിട്ട് ഉണ്ടാകുന്നതാണ് വിശ്വാസം. ബാക്കി ഇനി പ്രേക്ഷകർ തീരുമാനിക്കും. കണ്ടിറങ്ങിയവരെല്ലാവരും പറയുന്നത് ജോർജ് ചേട്ടൻ്റെ ഒക്കെ ഒരു വേറിട്ട കഥാപാത്രമായിരുന്നു. തീർച്ചയായും നമ്മുടെ കാസ്റ്റിങ്ങിലൊക്കെ വളരെ അങ്ങനെ തന്നെ ശ്രദ്ധിച്ച് അത്ര എന്താ പറയുക ഒരു ഡിഫറെൻ്റ് ആയിട്ടൊരു കാസ്റ്റിംഗ് ചെയ്യണം എന്നുള്ളൊരു പ്ലാനിൽ തന്നെയാണ് ഇവരെല്ലാവരും കൊണ്ടുവന്നത്. എല്ലാവരും നന്നായിട്ട് നീതി പുലർത്തിയെന്ന് പ്രതീക്ഷിക്കും. ഓക്കെ, ഇപ്പൊ ഇങ്ങനെ ഒരു ആഫ്റ്റർ ഡെത്ത് പോലത്തെ കൺസെപ്റ്റ് ഒക്കെ വരുമ്പോഴത്തേന് റീസെന്റ് ആയിട്ട് ഇറങ്ങിയ സർവമായിട്ടൊക്കെ എന്തെങ്കിലും റിലേഷൻ ഇല്ല, നമ്മൾ ആക്ച്വലി എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ മരണം ആക്ച്വലി ഒരുപാട് പേർക്ക് ലോസ് ഉണ്ടാകുമ്പോൾ മരണം ചിലവർക്ക് നേട്ടം ഉണ്ടാകുന്ന രീതിയിൽ അങ്ങനെ പോകുന്നൊരു സബ്ജക്റ്റാണ്. നമ്മൾ അങ്ങനെ ഒരു ഫാൻറ്റസി അങ്ങനെ സംഭവമല്ല പറഞ്ഞെങ്കിലും അതിൻ്റെതായിട്ടുള്ള ഫണ്ടും പരിപാടികളെല്ലാം എല്ലാം വന്നിരുന്നു. മാത്യുവിനും ദേവികയുടെ ഒക്കെ പെർഫോമൻസ് കൊണ്ട് എല്ലാം കൊണ്ട് പ്രേക്ഷകരെ കണക്ട് ചെയ്തിട്ടുണ്ട്. അതെ എന്ന് പ്രതീക്ഷിക്കുന്നു. ശരി, താങ്ക് യു. ഭയങ്കര ഹാപ്പിയാണ്. എല്ലാവർക്കും കണ്ടിട്ട് ഇഷ്ടമാവെന്ന് വിചാരിക്കുന്നു. അത്രേ ഉള്ളൂ. താങ്ക് യു. സിനിമ കൊള്ളാം. എങ്ങനെ പ്രേക്ഷകർക്ക് മൊത്തം ഇഷ്ടപ്പെട്ടു. മാത്യുവിന്റെ ആക്ടിങ് അടിപൊളി. കോമഡി ഉണ്ട് ചെറിയ.
എങ്ങനെയുണ്ടായിരുന്നു സിനിമ? എങ്ങനെയുണ്ടായിരുന്നു? ഇഷ്ടപ്പെട്ടോ? ആണോ? എങ്ങനെയുണ്ടായിരുന്നു സിനിമ? എന്താണ് ബേസിൽ ചർച്ച ചെയ്യുന്ന സിനിമ? ചർച്ച ചെയ്യുന്നത് എന്തിനെ പറ്റിയാണ് കഥ? ഡിപ്രഷൻ അങ്ങനത്തെ നല്ലൊരു ഡിപ്രഷൻ വരും, നല്ലൊരു സ്നേഹം തോന്നും. ഓ അങ്ങനത്തെ സിനിമ. എങ്ങനെ മാത്യുവിനൊക്കെ കുറച്ചുകൂടെ നല്ല സ്നേഹം തോന്നും, നല്ലൊരു ഒരു പ്രത്യേക വ്യത്യാസമുണ്ട് പറഞ്ഞത്. എങ്ങനെയുണ്ടായിരുന്നു സിനിമ? എങ്ങനെയുണ്ടായിരുന്നു? അടിപൊളി പടം, ആരും എടുക്കാത്ത ഒരു കഥ. ഓ ഓക്കെ ഓക്കെ. എന്താ ബേസിക്കലി സിനിമ എന്താ സംസാരിക്കും? അതൊരു സസ്പെൻസ് അല്ലേ, നിങ്ങളടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ. ഡിപ്രഷൻ പോലെ അങ്ങനത്തെ എന്തെങ്കിലും ഡിപ്രഷൻ ഒന്നല്ല, ഹാപ്പിയാണ്, നല്ല വിറ്റുണ്ട്, നന്നായിട്ടുണ്ട്. ജോബി നന്നായിരിക്കുന്നുണ്ട്, അതിൽ ഫ്രണ്ട്സായിട്ട് വരുന്ന ഫർസാദ് അവർ നന്നായിരിക്കുന്നുണ്ട്. ഓക്കെ, താങ്ക് യു. നല്ല ഡയറക്ടർ. പടം ഞാൻ ആദ്യമായിട്ട് പടം കാണുന്നത്, അഭിനയിച്ച ആളാണ്, പക്ഷേ അഭിപ്രായം പറഞ്ഞ പബ്ലിക്കാണ്. വീണ്ടും ഒന്നുകൂടെ കാണാൻ പറ്റി, നന്നായിരുന്നു പടം. പോയിട്ട് തുടക്കം മുതൽ അവസാനം വരെ സസ്പെൻസ് ഉണ്ട്, രസമായിട്ടുണ്ട്. ഇവിടെ എല്ലാവർക്കും നല്ലൊരു കണ്ടിന് നല്ലൊരു വിരുന്നായിരിക്കും. തീർച്ചയായിട്ടും എല്ലാവരും കാണുക. ജനറേഷൻ ബേസിൽ മാറുമ്പോൾ അതെങ്ങനെയുണ്ട് എക്സ്പീരിയൻസ്? എത്രയോ വർഷമായിട്ട് ഇത്രയും വർഷമായിട്ട് ഇത് ടോട്ടലി ഡിഫറെൻ്റ് ഒരു ക്യാരക്ടറാണ്. ഇതുവരെ അഭിനയിച്ച ഒരു കൺവെൻഷണൽ രീതിയിലല്ല, വേറൊരു രീതിയാണ്. പക്ഷേ അത് ഞാൻ വളരെ ഹാപ്പിയാണ്. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. എനിക്കൊന്നും ഇതുവരെ ചെയ്തതിൽ കഥാപാത്രം ഒട്ടേറെ വ്യത്യാസമുള്ള ഒരു വ്യത്യാസം ടോട്ടലി വ്യത്യാസം. ആ ഒരു അനുഭവം ശരിക്കും സിനിമയിലെ അത് ഞാൻ അഭിനയിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ എനിക്കത് ഫീൽ ചെയ്തായിരുന്നു. അതായത് ഒരു ടോട്ടലി വേറിട്ടൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഒരു മരിച്ച ഒരാൾ ഒരു സ്പിരിറ്റായിട്ട് വരുന്നു, പിന്നെ അവരായിട്ട് ഒരു റിലേഷൻഷിപ്പ് ഉണ്ടാക്കുന്നു, ഹീറോ ആയിട്ട് ഒരു റിലേഷൻഷിപ്പ് ഉണ്ടാകും. അത് നന്നായിട്ടുണ്ട്. മാത്യുവിന്റെ തോട്ട് പ്രോസസ്സിൽ വരുന്ന ഒരു കഥാപാത്രമാണ്. അതെ അതെ, താങ്ക് യു.